മൈ യൂട്യൂബ് ചാനൽ. അപ്പോ നമ്മൾ ഇന്ന് എടുക്കുന്ന എന്താണ് ബീട്രൂട്ട് റൈസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് എല്ലാവരും കണ്ട് എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു കാണും. ഇപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ടൊമാറ്റോ റൈസ് ആണ്. ആവശ്യം ടൊമാറ്റോ റൈസ് ഇഷ്ടമാണോ? ഇഷ്ടാണോ? ചുമ്മാ ഞാൻ തലയാട്ടുന്നതാണ്. ആച്ചി കഴിക്കാനായിട്ട് ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ടൊമാറ്റോ റൈസ് ആണ് കേട്ടോ. അപ്പൊ അത് വളരെ ഈസി ആയിട്ട് എങ്ങനെ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എനിക്ക് ഈ നമ്മുടെ തമിഴ്നാട് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം തമിഴ്നാട്ടിലാണ് ഒന്നാമത് പഠിച്ചത്, പിന്നെ ജോലി ചെയ്തതും അവിടെയാണ്. അതുകൊണ്ട് എനിക്ക് തമിഴ്നാട് ഫുഡിനോട് ഭയങ്കര ഒരു ചായം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. സോ നമുക്ക് തമിഴ്നാട്ടിലെ എല്ലാ ഫുഡും ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. എന്തൊക്കെയാണ് ടൊമാറ്റോ റൈസിന് വേണ്ടത് ആദ്യം ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും നമുക്ക് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനായിട്ട് ഉഴുന്ന് വേണം. ഇതിൻ്റെ അകത്ത് ഞാൻ 1/4 ടീസ്പൂൺ എടുത്താക്കുന്നത് ജീരകം, കാഷ്നട്ട്, ഗാർലിക്ക്, പിന്നെ കറി ലീഫ്, ഇച്ചിരി കൈ പറ്റിക്കപ്പാ, പിന്നെ ഉണക്കമുളക്. പിന്നെ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം, വേണമെങ്കിൽ കടലപ്പരിപ്പ് ആഡ് ചെയ്യാം. ഇവിടെ വാവച്ചിക്ക് കടലപ്പരിപ്പ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ ടൊമാറ്റോ റൈസിൽ കടലപ്പരിപ്പ് ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ 1.5 സവാള, പിന്നെ 2 തക്കാളി കേട്ടോ. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യ് ആവശ്യമുണ്ട്, മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ട്, മുളക് പൊടി ആവശ്യമുണ്ട്, കായം, കടുക്, എണ്ണ. ഇതെന്തുവാ വാവച്ചി? അത് നമുക്ക് ആവശ്യമില്ല. പിന്നെ നമുക്കിത് ചോറ്. ഇതിൻ്റെ അകത്ത് ഞാൻ ബസ്മതി റൈസാണ് എടുത്താക്കുന്നത്. ഒരു 90% വേവ് മാത്രമാണ് ഇതിനുള്ളത്. 100% ഞാൻ വേവിച്ചിട്ടില്ല. കാരണം നമ്മൾ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുമ്പം മിക്സ് ചെയ്യുമ്പോൾ കുഴഞ്ഞു പോകും. സോ 90% വേവുള്ള അരിയാണ്. ഇതിന് നമുക്ക് പൊന്നി അരിയോ പിന്നെ എന്ത് റൈസ് വേണമെങ്കിലും എടുക്കാം. പിന്നെ പൊന്നി റൈസ് വെച്ചിട്ട് തക്കാളി റൈസ് ഉണ്ടാക്കുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. ഈ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ പൊന്നി റൈസ് വെച്ചിട്ടാണ് അവർ മോസ്റ്റ്ലി ടൊമാറ്റോ റൈസൊക്കെ ഉണ്ടാക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം അവരുണ്ടാക്കുന്നത്. ഞാൻ ഹോസ്റ്റലിലാണ് നിന്നതെങ്കിലും ഹോസ്റ്റലിൽ ടൊമാറ്റോ റൈസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ടൊമാറ്റോ റൈസ് ഒന്നും പറയാൻ പറ്റില്ല. അത് വെറും ഒരു ടൊമാറ്റോ ഒക്കെ നമുക്കിങ്ങനെ പറക്കി എടുക്കാം. അത് നമുക്ക് ടൊമാറ്റോ റൈസ് എന്ന് പറയാൻ പറ്റില്ല. ഈ തമിഴ്നാട്ടിലെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുന്ന ടൊമാറ്റോ റൈസ്, ഓ അതെനിക്ക് ഓർക്കാൻ കൂടെ വയ്യ. അല്ല വാവച്ചി കഴിച്ചിട്ടില്ല. വാവച്ചി നമുക്ക് ഒരു ദിവസം ഇവിടെ പോവാം. നമുക്ക് തമിഴ്നാട്ടിൽ പോകുമ്പോൾ കഴിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് തക്കാളി റൈസ് ഉണ്ടാക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ഞാനീ പറയാൻ പോവാണോ? ഗാർലിക്. അപ്പോൾ ഇതേ നമ്മൾ തക്കാളി റൈസ് ഉണ്ടാക്കാനായിട്ട് ഇതേ ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാൻ ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കടുകിടാം. അതിൻ്റെ അകത്ത് കടുകിടാൻ പോവാണ്. കടുക് പൊട്ടിയതിന് ശേഷം അപ്പം തന്നെ നമ്മൾ അതേ ഉഴുന്നിടണം കേട്ടോ, കാരണം അത് കരിഞ്ഞു പോകും. അപ്പോൾ അതേ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വാവച്ചി ഉഴുന്ന് അതിൻ്റെ അകത്ത് ഇട്ട് കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഉഴുന്നിടണം. അതിന് ശേഷം ജീരകം, ഇത് ലോ ഫ്ലെയിമിലാട്ടോ വെക്കണ്ടേ. അതിന് ശേഷം നമ്മളിത് ഗാർലിക് ഇടുവാണേ. ഇതിൽ ഞാൻ കാഷ്നട്ട് ഇടുന്നില്ല. ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയാണ് കാഷ്നട്ട് കാണിച്ചത്. കാരണം വാവച്ചയ്ക്ക് കാഷ്നട്ട് ഇടുന്ന ഇഷ്ടമല്ല, എനിക്കിഷ്ടമല്ല. സോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇത് പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. പിന്നെ സവാള ഒരു ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. കാഷ്നട്ട് നമുക്ക് തനിയെ കഴിക്കുന്ന ഇഷ്ടം കേട്ടോ, പക്ഷേ ഇതിൻ്റെ അകത്ത് ഇടുന്ന ഇഷ്ടമല്ല. പിന്നെ നെക്സ്റ്റ് നമ്മളിതേ മുളക് ഇടുന്നു. മുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ 2ആയിട്ട് മുറിച്ചിട്ടിടാം കേട്ടോ. എരിവ് എങ്ങനെയാണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് വെച്ചിട്ട്. പിന്നെ കറി ലീഫ് ഇട്ടു. ഇവിടെ ഞാൻ കാഷ്നട്ട് മാത്രം ഇട്ടിട്ടില്ല, ബിക്കോസ് കാഷ്നട്ട് നമുക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇട്ടില്ല. ഗാർലിക് ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ആ ഉടനെ തന്നെ നമ്മളിതാ സവാള എടുത്തിടുന്നുണ്ട്. 1.5 സവാളയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്താക്കണേ. നമ്മൾ സവാളയും കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടോ. അപ്പം സവാളയും കുറച്ച് ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് നമ്മൾ മിക്സാക്കി കൊടുക്കണം.
ഈ ടൊമാറ്റോ റൈസിൽ നമുക്ക് കടലപ്പരിപ്പ് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു കടലപ്പരിപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷെ ഇവിടെ ആ കടലപ്പരിപ്പ് ഇടുമ്പോൾ ഉണ്ടല്ലോ വാവച്ച് ഓരോന്നും പറക്കി കളയും. അതുകൊണ്ട് ഞാൻ കടലപ്പരിപ്പ് ഇത് ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ഉഴുന്നൊക്കെ ഇടുമ്പോൾ ആ സമയത്ത് കടലപ്പരിപ്പ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ സവാള ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മളിത് അരിഞ്ഞു വെച്ച 2 തക്കാളി ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് തക്കാളി ഒന്ന് നന്നായിട്ട് ഉടയുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് ഉടഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇത് നന്നായിട്ടൊന്ന് വെന്തിട്ട് ഉടയട്ടെ. ഇവിടെ വാവച്ചെന്നെ എടുക്കുക. എന്താണോ കുക്ക് ചെയ്യുന്നത്? ഒന്നും ഇല്ലല്ലോ എൻ്റെ അകത്ത്. സവാള വച്ചിട്ട് കുക്ക് ചെയ്യാണോ? ദോശ ഉണ്ടാക്കുക. ഓക്കെ. തക്കാളി ഏകദേശം വെന്തുടഞ്ഞു. ഇപ്പം ഇതിൻ്റെ അകത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. സോ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ആട്ടോ ഇടുന്നത്. കാരണം എരിവ് ഇവിടെ ആവശ്യത്തിന് മതി. അതുകൊണ്ട് നമ്മൾ അതിലെല്ലാം ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് 1/4 ടീസ്പൂൺ കായം ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇപ്പം അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഈ സമയത്ത് നമുക്ക് തീ കൂട്ടി വയ്ക്കാം. ഇപ്പം ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യും. തിളയ്ക്കുമ്പം നമ്മളൊന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഉപ്പ് ആഡ് ചെയ്തു. അപ്പോൾ ഇത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചോറ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഈ ചോറ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. ഞാൻ നന്നായിട്ട് ചോറ് ഇതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ പൊടിയാണ്ട് സൂക്ഷിക്കണേ അരിയൊക്കെ. അത് കുഴഞ്ഞു പോകാണ്ട് സൂക്ഷിച്ച് വേണം നമ്മൾ ഒന്ന് ഇളക്കാനായിട്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പിന് കുറവുണ്ടെങ്കിൽ ഉപ്പൊന്ന് ആഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റിംഗ് ടൈം. ഉപ്പ് കുഴപ്പമില്ല. ഉപ്പ് വേണമെങ്കിൽ ചെറുതായിട്ട് ആഡ് ചെയ്യാം. നല്ലതാ. ഉപ്പൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. വാച്ച് തരട്ടെ മാമ, കഴിച്ചു നോക്കാൻ. എങ്ങനെയുണ്ട്? കഴിച്ചു നോക്ക്. കഴിക്കുക ആദ്യം. ഉപ്പുണ്ട്? എരിവുണ്ടോ? ഓക്കെ, കുറച്ചല്ലേ ഉള്ളൂ. അപ്പൊ ഇഷ്ടായോ തക്കാളി റൈസ് നമ്മുടെ? അപ്പൊ അടിപൊളിയാണോ? വാച്ച് പഠിച്ചോ തക്കാളി റൈസ് ഉണ്ടാക്കാൻ? പഠിച്ചാ? ഓക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ തക്കാളി റൈസ്. അടിപൊളിയായിട്ടുണ്ടെന്നാണ് വാവച്ച് പറഞ്ഞേക്കുന്നത്. എനിക്കും ഇഷ്ടപ്പെട്ടു. നമ്മളിത് ഈസി ആയിട്ട് തക്കാളി റൈസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം ഇതിൻ്റെ കൂടെ ഞാനും വാവച്ച് ഇന്ന് കഴിക്കാൻ പോകുന്നത് പപ്പടം, പിന്നെ അച്ചാറ്, പിന്നെ റൈത്ത. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ തക്കാളി റൈസിൻ്റെ കൂടെ സൈഡ് ഡിഷ്. ഈ തക്കാളി റൈസ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം ഏതെങ്കിലും ഇങ്ങനത്തെ ഈസി ഡിഷായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. മറക്കാതെ ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ. വാവച്ചൻ്റെ അടുക്കുവാടാ. ഓഹോ, വാവച്ചിയുടെ ഫേവറേറ്റ് പരിപാടിയാണ് ഇങ്ങനെ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുന്നത് അല്ലേ? പക്ഷെ അത് ബുക്കിൽ ഒട്ടിക്കില്ല, ഇങ്ങനെ ടേബിളിലൊക്കെ ഒട്ടിക്കും. പക്ഷേ നമുക്കിത് പറിച്ചെടുക്കാൻ പറ്റും, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ വാവച്ചിയുടെ ഫേവറേറ്റ് ഹോബിയാണ് സ്റ്റിക്കർ ഒട്ടിക്കൽ.